പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 13 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ഈ മാസത്തിൻ്റെ പുതിയ ഒരു വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 18 വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 18 നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. നാം സാധാരണയായി കേൾക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ വാക്യം തുടരുകയല്ല, അതിനെ ഒന്നുകൂടെ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. നിശ്ചയം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ വാക്യം അല്ലെങ്കിൽ ആ മലയാള വാക്ക് പൂർണ്ണമാണ്. എന്നാൽ അതിനെ ഒന്നുകൂടെ ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കുകയാണ്. നിശ്ചയമായും പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവവചനം പിൻപറ്റുന്ന ദൈവ പൈതലേ, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും. ഇന്ന് പ്രാർത്ഥനാ ജീവിതമുള്ള അനേകരുടെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇത്. അനേകര് നമ്മളോട് ചോദിക്കുന്നതാണിത്. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട്, ഉപവസിച്ചിട്ട്, ഓടി നടന്നിട്ട്, വീട്ടിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തെയും ദൈവമക്കളെയും ദൈവസഭയെ ഒക്കെ സേവിച്ചു കൊടുത്തിട്ട് എന്തു ഗുണമുണ്ടായി? എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാറ്റമില്ലാത്ത? എന്തുകൊണ്ടാണ് അടിക്കടി രോഗങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വേണ്ടവണ്ണം നടക്കാതെ വരുന്നു? ഇതൊക്കെ പലപ്പോഴും ചോദ്യങ്ങളാണ്. അവിടെയൊക്കെ ദൈവമക്കൾ വളരെ ധൈര്യത്തോടെ നിന്ന് നിശ്ചയമായും ദൈവം ഇടപെടും, പ്രാർത്ഥന വെറുതെ ആവുകയില്ല എന്നൊക്കെ ധൈര്യത്തോടെ പറയും. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ച് ചിന്തിക്കും. ശരിയാണല്ലോ, ശരിയാണല്ലോ, എനിക്ക് മാത്രമേ ഉള്ളല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജോലിക്ക്, എൻ്റെ ആരോഗ്യത്തിന്, എനിക്കുള്ള സമ്പത്തിന്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുകയാണ്. പിശാച് നമ്മളെ ആ നിലകളിലോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച അതിരാവിലെ ഈ നിലകളിൽ ആരെങ്കിലും ഒരു വീണ്ടു വിചാരത്തിൽ മനപ്രയാസപ്പെടുന്നുണ്ടോ, നിരാശപ്പെടുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ? അവർക്കുള്ള വാക്യമാണ്: നിശ്ചയമായും ഒരു പ്രതിഫലം ഉണ്ടായിരിക്കും. മാത്രമല്ല, ആ വാക്യം അവസാനിക്കുന്ന അടുത്ത ഭാഗത്തോടു കൂടിയാണ്: നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിനു സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രത്യാശ എന്താണ്, അതിനാണ് ഭംഗം വരാത്തത്. നമ്മുടെ ഉള്ളിൽ നാം നല്ലത്, നന്മ, അനുഗ്രഹം അതാ ചിന്തിച്ച് നമ്മുടെ പ്രത്യാശയെങ്കിൽ അതിന് ഭംഗം വരത്തില്ല. പക്ഷേ നമ്മൾ പുറത്തു വലിയ പ്രാർത്ഥനയും വേദവസ്തവ വാക്യങ്ങളും സാക്ഷ്യവും സ്തോത്രവും പറയുകയും ഉള്ളിൽ നിരാശ, പിറുപിറുപ്പ്, ജാരശങ്ക, വിഷമങ്ങള്, സങ്കടങ്ങള്, ആദികള്, ആങ്സൈറ്റി ഇങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ ആത്യന്തികമായും നമ്മുടെ ഉള്ളിൽ ഇതാ നിറഞ്ഞിരിക്കുന്നത്. കാരണം വചനം പറയുന്നു, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ
ഇത് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇതിലാണ്. എന്റെ ഒന്നും നടക്കുന്നില്ല, എങ്ങനെ നടക്കും, എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, ഇനി മുൻപോട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പൊ പിന്നെ അതല്ല ഭവിക്കുകയുള്ളൂ, അതേ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് പല അനുഗ്രഹങ്ങളും നമ്മുടേത് വഴിയിൽ മുടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രത്യാശ എന്താണെന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. നല്ല കാര്യങ്ങളാണോ, അതോ എപ്പോഴും നമുക്ക് ദുഃഖവും സങ്കടവും വിഷമവും കയറുന്നത് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കും. അല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും എന്റെ കർത്താവ് എന്നെ നടത്തും. നിശ്ചയമായും ഞാൻ ഈ വിഷയത്തിൽ നിന്നും പുറത്തു വരും. പ്രതികൂലത്തിൽ നിന്ന് തമ്പുരാൻ എന്നെ വലിയ വിടുതലിലേക്ക് നടത്തും. അതെ, പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന പോലെ ദാനിയേൽ പ്രവചനത്തിൽ എബ്രായ ബാലന്മാര് വിളിച്ചു പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസരേ, ഞങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല. ഇതാണ്, വിടുവിച്ചോ വിടുവിച്ചില്ലയോ ഇത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയം, ഞങ്ങൾ മറ്റൊരു ദൈവത്തെ വിളിക്കുകയില്ല, നമസ്കരിക്കുകയില്ല. അവരുടെ ഉള്ളിലെ പ്രത്യാശ എന്നാ? ഞങ്ങൾ അറിഞ്ഞ ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനിയും ദൈവഹിതം വിടുവിക്കാനല്ലെങ്കിലും ഞങ്ങൾക്കത് വിഷയമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ സ്ഥിതി എവിടെയാണ്? നമ്മൾ ഇത്രയും നാളും ദൈവത്തിൽ നിന്നുള്ള വിടുതലും അനുഗ്രഹവും നന്മയും നമ്മുടെ അസാധ്യങ്ങളെ മുഴുവനും തമ്പുരാൻ സാധ്യമാക്കി തന്നിട്ടും ഒരു ചെറിയ കാര്യം വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ചത് മുഴുവനും അങ്ങ് മറക്കും. ആ ദൈവത്തെ നമ്മൾ അങ്ങ് വിട്ടുകളയും. പിന്നെ ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ കരുതലിനെയും നമ്മൾ അങ്ങ് ലഘൂകരിച്ചിട്ട് മനുഷ്യരിൽ ആശ്രയിക്കും. മറ്റു പലരുമായും നാം കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്ഥാനം എവിടെയാ? അങ്ങനെയാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നത്. എന്നാൽ ഇന്നത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഭംഗം വരാതെ ഇരിക്കണമെങ്കിൽ ഭംഗം വരാത്തതായിരിക്കണം എന്റെയും നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശയും ചിന്തയും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പുത്തൻ ആഴ്ചയിലേക്ക് പ്രവേശിച്ച ദൈവമക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിവിധങ്ങളായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, ദൈനംദിന വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാരങ്ങൾ, നിലനിൽപ്പിന്റെ ആവശ്യങ്ങൾ, കടബാധ്യതകൾ, ഹോസ്പിറ്റൽ സംബന്ധമായ വിഷയങ്ങൾ, ഇവയൊക്കെ നമ്മളെ അലട്ടുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ അലട്ടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആത്മധൈര്യം വേണം. എന്നെ നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സകല റിപ്പോർട്ടുകളെയും മാറ്റി എഴുതുവാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. സകല നിയമങ്ങളെയും മാറ്റി എഴുതുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയെങ്കിൽ ആ കഠിനമാക്കുന്നതിനിടയിൽ കൂടെ തന്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുവാൻ, ഇങ്ങനെ പറയുവാൻ, അങ്ങനെ ഏറ്റെടുക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. നിശ്ചയമായും നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾക്ക് വിരാമം കുറിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ അവരവരുടെ പ്രായമനുസരിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചതിനും ഉപവസിച്ചതിനും വചനം വായിച്ചതിനും കണ്ണുനീരൊഴുക്കിയതിനും നിങ്ങൾ ദൈവനാമത്തിൽ കൊടുത്തതിനും കഷ്ടപ്പെട്ടതിനും അനുസരിച്ച് പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ? അത് ഞാനൊരു സാമ്പത്തിക കാര്യം മാത്രമല്ല പറയുന്നത്. വലിയ വീടോ ബംഗ്ലാവോ വാഹനമോ കുഞ്ഞുങ്ങളെ വിദേശത്ത് പോകുന്ന ഒന്നുമല്ല പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് സംതൃപ്തി, സമാധാനം, സന്തോഷം,
കുഞ്ഞുങ്ങളുടെ നന്മ, ഇങ്ങനെ ഈ ലോകത്തിൽ വേണ്ടതും ആത്മീയ ജീവിതത്തിൽ വേണ്ടതും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആത്മീയ കാര്യങ്ങൾ ഉൾപ്പെടെ ഒക്കെ നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, അത് അവരവര് വിലയിരുത്തണം. കിട്ടിയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇന്നത്തെ വാക്യത്തിലുണ്ട്, നമ്മുടെ പ്രത്യാശ വേണ്ടവണ്ണമുള്ള പ്രത്യാശ ആയിരുന്നില്ല. വെറുതെ കണ്ണുനീരൊഴുക്കി, വെറുതെ സമയം കളഞ്ഞ് പ്രാർത്ഥിച്ചു, വെറുതെ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും കൊടുത്തു എന്ന് പരാതിയും പരിഭവവും പറയുന്നതല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇതിന്റെ കാരണക്കാരാരാ? ദൈവമാണോ? അല്ല. വചനമാണോ? അല്ല. സഭയാണോ? അല്ല. കൂട്ടായ്മയാണോ? അല്ല. ഞാൻ തന്നെയാണ് അതിന്റെ കുഴപ്പക്കാരനും കുഴപ്പക്കാരിയും. ഇത് സമ്മതിച്ച് തുറന്ന് ഏറ്റുപറഞ്ഞ് വചനപ്രകാരം സ്വയം ക്രമപ്പെടുത്തി ക്രമീകരിക്കാമോ? പ്രതിഫലമുണ്ടാകും നിശ്ചയം. അത് യോബ് പറഞ്ഞതുപോലെ അന്യന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാൽ കാണുവാൻ അനുഭവിക്കുവാൻ എനിക്ക് തമ്പുരാൻ ഭാഗ്യം തരുമെന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറ. നിശ്ചയമായും ഞാൻ നിങ്ങളും അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും കണ്ണുനീരുകളുടെയും മധ്യേ ഈ കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ച് വിശ്വസിച്ച് ഉറച്ച് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നിങ്ങളുടെ യാത്രകളെ ദൈവം സഫലമാക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം മാനിക്കട്ടെ. ഈ ആഴ്ച ചില നിയമകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ബാങ്ക് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, എക്സാം കാര്യങ്ങൾ, ഹോസ്പിറ്റൽ കാര്യങ്ങൾ, എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം ആ യഥാർത്ഥ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ എല്ലാ നിലകളിലും ഒരുക്കുകയും നമ്മളെ അതിനായി പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വെറുതെയായെന്നും ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും ദൈവവചനത്തിന് വേണ്ടി നിലകൊണ്ടതും വെറുതെയായി പോയി എന്നുള്ള ചിന്തയും പലപ്പോഴും ഞങ്ങളെ ഭരിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി ഞങ്ങളോട് ഇടപെട്ടുവല്ലോ. നിശ്ചയമായും ഒരു പ്രതിഫലം ഉണ്ടാകും. മാത്രമല്ല, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരികയുമില്ല. ആകയാൽ ഞങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്ത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് സാഹചര്യത്തിലും പിറുപിറുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പിന്തിരിയുവാനോ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവജനം കേട്ട എല്ലാ ദിന മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം, ഈ ആഴ്ചവട്ടം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാകണം. ദൈവകൃപകൾ കൊണ്ട് പൊതിയേണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ കാത്തിരിപ്പുകൾക്ക്, നമ്മുടെ ഉപവാസങ്ങൾക്ക്, നമ്മുടെ കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിങ്ങളത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം, നിരാശപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലെ ദൈവം അതിന് പ്രതിഫലം തരും. കാരണം തമ്പുരാൻ ആരുടെയും കടക്കാരനല്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ എത്തേണ്ടിടത്തെത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവജനമേ, നിങ്ങളെ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളെ ഉറപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഈ ശക്തിയോടും ബലത്തോടും ഇന്നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് വിജയഗാഥ വരിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ
സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവവരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.